Hallelujah. Praise the Lord. Thank you, Jesus. Thank you, Father. Hallelujah. ഇന്ന് പകൽക്കാലം നാം അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ നാം ഒരു ഭയത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഒരു ഭയത്തോടുകൂടെ നമുക്ക് അല്പസമയം ഇവിടെ ആയിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവൻ ആർ എന്ന് ചോദിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവനെ ഞാൻ കടാക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു ഭയത്തോടെ വേണം ദൈവത്തിൻ്റെ മുമ്പിൽ, വചനത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കാൻ. അടിയനെക്കുറിച്ചുള്ള അങ്ങയുടെ ആലോചന എന്താണ് അറിയിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ അടിയങ്ങൾ വന്നിരിക്കുന്നു. പിതാവേ, അടിയങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമേ. ഒരു ഭയത്തോടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ പിതാവേ. ഇത് അങ്ങയുടെ വചനമാണ്. ഹല്ലേലൂയ, മാറ്റമില്ലാത്ത വചനമാണ്. സ്തോത്രം. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അപ്പാ, ഇന്ന് പകൽക്കാലം അടിയങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണമേ. ഞങ്ങളുടെ അവസ്ഥകൾ അനുസരിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടിവരുത്തി അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. വരാൻ കഴിയാതെ പോയവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങളോട് ഓരോരുത്തരോട് ഇടപെട്ടാട്ട്, സംസാരിച്ചാട്ട്, അങ്ങയുടെ പാദപീഠത്തിൽ നിൽപ്പാൻ, വചനത്തിന് മുമ്പിൽ നിൽപ്പാൻ കൃപ തരണമേ അപ്പാ. സ്തോത്രം. അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. താങ്ക് യു ഫാദർ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വീണ്ടും ഒരു അവസരം കൂടി ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ, സഭയുടെ മുമ്പാകെ നിൽപ്പാൻ ഒരവസരം കൂടി ദൈവം ദാനമായി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം സ്തോത്രം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 4 സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ സുവിശേഷമാണ്. അവിടെ യേശു കർത്താവിനെ താൻ മശിയ ആണെന്നിങ്ങനെ ഉയർത്തി മത്തായി കാട്ടുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശു കർത്താവ് ഒരു ദാസനായി മർക്കോസ് ചിത്രീകരിക്കുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ലൂക്കോസ് യേശു കർത്താവിനെ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്ന് ചിത്രീകരിക്കുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശു കർത്താവിനെ ആരായിട്ടാണ് യോഹന്നാൻ കാണിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. നിത്യനായ പിതാവിൻ്റെ പുത്രൻ. ഹല്ലേലൂയ. സ്തോത്രം. വചനമായവൻ, വചനമെന്ന് പേരുള്ളവൻ. സ്തോത്രം എന്നാണ് യേശു കർത്താവിനെ താൻ അവതരിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ നമ്മളത് കാണുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാം വാക്യം, അതിൻ്റെ താഴെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനെ അങ്ങനെയാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. കനാവിലെ കല്യാണത്തിൽ താൻ യേശു കർത്താവിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത അത്ഭുതത്തിൽ, ആ പ്രവൃത്തിയിൽ താൻ ആരെന്ന് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു നിക്കോദിമോസിനെ കുറിച്ച് വായിക്കുന്നു. സ്തോത്രം. നിക്കോദിമോസിനോട് കർത്താവ് സംഭാഷിക്കുന്നത് കാണുന്നു. സ്തോത്രം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ശമരിയ സ്ത്രീയെ കുറിച്ച് വായിക്കുന്നു. സ്തോത്രം. തകർന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായ ഒരു ശമരിയ സ്ത്രീ. സ്തോത്രം. ആകെ ദാഹിച്ച്, സ്തോത്രം, ഈ ദാഹത്താൽ വലയുന്ന ഒരു സ്ത്രീയെ. സ്തോത്രം. ഈ ലോകത്തിൻ്റെ വെള്ളത്തിൻ്റെ ദാഹമല്ല, സ്തോത്രം, അവളുടെ ഉള്ളിലെ ദാഹം കണ്ട യേശു കർത്താവ്, സ്തോത്രം, അവളോട് പറയുകയാണ്, സ്തോത്രം, ഈ വെള്ളം കുടിക്കുന്നവരൊക്കെ ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. അവളുടെ ഹൃദയത്തിൻ്റെ ദാഹം കണ്ട യേശു, സ്തോത്രം, 5-ാം
അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം അവിടെ കാണുന്നു 38 വർഷക്കാലമായി ഒരു കുളക്കടയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഹോപ്പില്ലാതെ, ഒരു പ്രത്യാശയില്ലാതെ, നാളെക്കുറിച്ച് എന്താകുമെന്ന് ഒരു ചിന്തയും ആരും സഹായമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ വരുന്ന യേശു കർത്താവിനെ അവിടെ കാണിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ സ്തോത്രം യേശു കർത്താവ് സ്തോത്രം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആ ഭാഗം നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? തൻ്റെ ശരീരത്തെ കൊടുക്കുവാൻ. തൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്, തൻ്റെ രക്തം കുടിക്കുന്നവന് ജീവൻ പ്രാപിക്കും. അത് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് 6-ാം അധ്യായത്തിലെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് വായിക്കുന്നു. അങ്ങനെ ഈ ചാപ്റ്റേഴ്സ്, ഞാൻ അതെല്ലാം പറഞ്ഞു പോകാൻ നമുക്കിപ്പോൾ സമയമില്ലല്ലോ, സ്തോത്രം. അങ്ങനെ ഈ യോഹന്നാൻ്റെ പുസ്തകത്തിൽ ഓരോ ചാപ്റ്ററിലും യേശു കർത്താവിൻ്റെ മഹത്വം, താൻ ഓരോന്ന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് നാം വായിക്കുന്നത്. ഇന്ന് തൽക്കാലം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അവിടെ കാണുന്നു. നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് വരാം. ജോൺ ചാപ്റ്റർ 3. ഈ വ്യക്തി പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ 1-ാം വാക്യമാണ്. നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, യോഹന്നാൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ്. സ്തോത്രം. ഈ മനുഷ്യൻ ആരായിരുന്നു? യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു. ഹി വാസ് നോട്ട് ആൻ ഓർഡിനറി മാൻ. സ്തോത്രം. ഈ മനുഷ്യൻ ഒരു സാധാരണ വ്യക്തിയല്ല, പ്രമാണിയായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ പഠിപ്പിക്കുന്ന ആളായിരുന്നു. ഹി വാസ് എ ടീച്ചർ, ഹി വാസ് എ ഗുഡ് ടീച്ചർ. സ്തോത്രം. ന്യായപ്രമാണം പഠിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു. സ്തോത്രം. അന്നത്തെ കാലത്ത് ന്യായപ്രമാണം, അന്നത്തെ ബൈബിൾ അവർക്കുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്തോട് സാമീപ്യപ്പെടുത്തി ചിന്തിച്ചാൽ അന്നവർക്കുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്ന ന്യായപ്രമാണം അത് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നിക്കോദിമോസ്. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ ഒരു വ്യക്തിത്വമല്ല. ഇത് താഴോട്ട് വായിച്ചു വരുമ്പോൾ, ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ചില വെളിച്ചങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ബൈബിൾ വ്യക്തമായി വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ബൈബിളിൽ അതിൻ്റെ ഇഫ് യു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത് പോലെ നമുക്കതിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്ന പല കാര്യങ്ങൾ കാണുവാനിടയായി തീർന്നു. ഇന്ന് തൽക്കാലം അത് ഇവിടെ ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഒന്നാമത് ഈ മനുഷ്യൻ ഒരു ടീച്ചറായിരുന്നു. ഹി വാസ് എ ഗുഡ് ടീച്ചർ, എ ഗുഡ് പ്രീച്ചർ ഓൾസോ. സ്തോത്രം. ഒരുപക്ഷെ അന്ന് നമ്മുടെ ഇന്നത്തെ കാലത്ത് കൺവെൻഷനൊക്കെ ഉണ്ടല്ലേ, വർഷം തോറും ചർച്ചുകളൊക്കെ കൺവെൻഷനുകൾ നടത്തും. സ്തോത്രം. അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു കൺവെൻഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ നിക്കോദിമോസിനെയാണ് വിളിക്കുന്നത്. സ്തോത്രം. പ്രീച്ച് ചെയ്യാൻ, പ്രസംഗിക്കാൻ നിക്കോദിമോസിനെ വിളിക്കും. കാരണം അത്ര പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരുന്നു, മനുഷ്യരാൽ സമ്മതനായ ഒരു വ്യക്തി, യഹൂദന്മാരുടെ ഇടയിൽ നല്ല പേരുള്ളൊരു വ്യക്തി, യഹൂദന്മാർ മാനിക്കുന്ന ഒരു വ്യക്തി. സ്തോത്രം. ഈ മനുഷ്യൻ, ഇദ്ദേഹം നല്ല നമ്മളത് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോൾ, വചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു വസ്തുത, ഇദ്ദേഹം ഒരു നല്ല ഹൃദയത്തിൻ്റെ ഒരു ഉടമയായിരുന്നു ഈ നിക്കോദിമോസ്. സ്തോത്രം. താൻ സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിച്ച, താൻ ഈ വെറുതെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിത്വം മാത്രമായിരുന്നില്ല. ഈ നിക്കോദിമോസിനെ കുറിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം സ്വർഗത്തിൽ പോകുവാൻ വാസ്തവമായി ഇവിടെ പ്രസംഗിക്കുന്നത് മാത്രമല്ല, അത് ജീവിക്കണം, അതേപോലെ ജീവിക്കണം, സ്വർഗത്തിൽ ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, അതൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്ന്. ഇതെവിടുന്നാ? ഇത് ബൈബിളിലുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവർ. നമ്മൾ അതിലേക്കാണ് വരാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ബൈബിളിലെ ഒരു പ്രമാണം നമ്മൾ ഈ ഭാഗത്തിലേക്ക് അങ്ങോട്ട് ആഴമായി നോക്കുന്നതിന് മുമ്പേ ഒരു പ്രമാണം, യോഹന്നാൻ്റെ സുവിശേഷത്തിലുള്ള കർത്താവിൻ്റെ ഒരു പ്രമാണം, കർത്താവ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ നമുക്ക് വായിക്കാം. 14-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാനും അവനെ
അവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഇതൊരു പ്രമാണമാണ്, ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. സ്തോത്രം. ഈ പ്രമാണത്തിന് മാറ്റമില്ല. നാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായി തീരുമാനമെടുത്ത വ്യക്തിത്വങ്ങളാണെങ്കിൽ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നാം കർത്താവിനെ സ്നേഹിപ്പാൻ തീരുമാനിച്ചവരാണെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ സ്നേഹിക്കും, തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവം നമുക്ക് തരും. അതൊരു പ്രമാണമാണ്. സ്തോത്രം. ഈ നിക്കോദിമോസിൻ്റെ ജീവിതത്തിൽ ഈ 3-ാം അധ്യായത്തിൽ ആ ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശു ആരെന്ന് തന്നെത്താൻ നിക്കോദിമോസിന് വെളിപ്പെടുത്തി. സ്തോത്രം. നിക്കോദിമോസ് വാസ് എ സീക്കർ ഓഫ് ദ ട്രൂത്ത്. താൻ സത്യത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ വന്നിരിക്കുന്നത് ആരുടെ മുമ്പിലാണ്? സത്യമാകുന്ന യേശു കർത്താവിൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. യേശു കർത്താവിന് വലിയ സന്തോഷം. ഞാൻ വിചാരിക്കുന്നു ആ മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു എൻകൗണ്ടറായിരുന്നു. സ്തോത്രം. ഈ നിക്കോദിമസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു എൻകൗണ്ടർ ആയിരുന്നു അന്ന് പൽക്കാലം യേശുവിൻ്റെ സന്നിധിയിൽ യേശുവിനെ കാണാൻ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. താൻ രാത്രിയിലാണ് വന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണോ രാത്രി മറ്റാരും കാണണ്ടെന്ന് വിചാരിച്ചാണോ എന്തോ അറിയില്ല. താൻ രാത്രിയിലാണ് വന്നത്. സ്തോത്രം. യേശു കർത്താവ് ഈ മനുഷ്യനെ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ്റെ ആ നല്ല ഹൃദയം കണ്ടപ്പോൾ, നഥനിയേലെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ സാക്ഷാൽ ഒരു ഇസ്രായേലി, ഇവനിൽ കപടമില്ല. സ്തോത്രം. അതുപോലെ ഈ നിക്കോദിമസിനെ കണ്ടപ്പോൾ യേശു കർത്താവിന് വലിയ സന്തോഷമായി. ആമേൻ. യേശു കർത്താവ് അങ്ങ് തീരുമാനിച്ചു, ഞാൻ വെളിപ്പെടുത്താൻ പോവാം, ഈ മനുഷ്യനോട് വെളിപ്പെടുത്താൻ പോവാം. സ്തോത്രം. ശിഷ്യന്മാരോട് പലരോട് വെളിപ്പെടുത്താത്തത് ഈ നിക്കോദിമോസിനോട് വെളിപ്പെടുത്താൻ പോവാ. യേശുവിന് അങ്ങ് വലിയ സന്തോഷമായി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ എല്ലാം കൂടെ ആകത്തുക എല്ലാം കൂടെ നോക്കി കുറുക്കി അതിൻ്റെ സത്ത എന്ന് പറയുന്ന ഒരു വാക്യം ചോദിച്ചാൽ ഏതാണ് നമ്മൾ പറയുന്നത്? ഏതാ? യോഹന്നാൻ 3:16. അത് ആരോടാ പറയുന്നത്? ഈ നിക്കോദിമോസിനോടാ പറയുന്നത്. ആ സുവിശേഷത്തിൻ്റെ സത്ത വെളിപ്പെടുത്തിയത് ഈ മനുഷ്യനോടാണ്. കാരണം ഈ മനുഷ്യനെ കണ്ടപ്പോൾ യേശുവിനങ്ങ് ഇഷ്ടമായി. സ്തോത്രം. എനിക്ക് അവനോട് വെളിപ്പെടുത്തണം, ഞാൻ ആരെന്ന് വെളിപ്പെടുത്തണം. സ്തോത്രം. അദ്ദേഹം വന്നത് കർത്താവിനോട് പറയുകയാണ്. സ്തോത്രം. അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ടീച്ചറാണെന്ന്, ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. അദ്ദേഹത്തിൻ്റെ അറിവ് അത്രേ ഉള്ളായിരുന്നു. സ്തോത്രം. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ യേശു കർത്താവ് പടിപടിയായിട്ട് വെളിപ്പെടുത്തുകയാണ് താൻ ആരെന്ന് വെളിപ്പെടുത്തുകയാണ്. നമുക്ക് വായിക്കാം. 2-ാം വാക്യം വായിച്ചാട്ടെ. തൻ്റെ അറിവ് പറയുകയാണ്, ഞങ്ങൾ അറിയുന്നു. അപ്പം യേശു കർത്താവിനെ കുറിച്ച് താൻ കുറേ ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. പലരോടൊക്കെ ചോദിച്ച് യേശു കർത്താവിൻ്റെ ടീച്ചിങ് കേട്ടവരോടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് താൻ വരുന്നത്. പറയുകയാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അറിയുന്നു, അങ്ങ് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവൻ. തൻ്റെ അറിവിൻ്റെ അവസ്ഥ താനങ്ങ് തുറന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വന്ന ഒരു ഉപദേഷ്ടാവൻ. എന്നാൽ യേശു കർത്താവ് താഴോട്ട് വരുമ്പോൾ അത് പടിപടിയായി തിരുത്തി താൻ ആരാണ്, താൻ വെറും ഉപദേഷ്ടാവ് മാത്രമായിരുന്നില്ല, താൻ സ്തോത്രം സൺ ഓഫ് മാൻ എന്ന് വെളിപ്പെടുത്തി. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുകയാണ്, ഏകജാതനായ പുത്രനാണ് ഞാൻ, എന്നിൽ വിശ്വസിച്ചാൽ നിത്യജീവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. 3-ാം വാക്യം വായിച്ചാട്ടെ. ഈ വാക്യം ഞാനിത് വായിക്കുമ്പോൾ, മുമ്പൊക്കെ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഈ നിക്കോദിമോസ് വന്ന് ഇങ്ങോട്ട് പറയുന്നത് അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഉപദേഷ്ടാവെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ സാധാരണ നമ്മൾ മാനുഷികമായിട്ട് എന്തായിരിക്കും അതിന് മറുപടി പറയുക?
ഓ ഓക്കെ, താങ്ക് യു ബ്രദറെ, താങ്ക് യു, ഓക്കെ ഇരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ഇടപെടുന്നത്. എന്നാൽ യേശു അങ്ങനെയല്ല. അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് സത്യമായിട്ട് പറയുന്നു. ഉറപ്പിച്ചാ പറയുന്നത്. ആമേൻ ആമേൻ, ഉറപ്പിച്ചാ പറയുന്നത്. എന്താ പറയുന്നത്? വായിച്ചാട്ടെ. ഈ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. കാണുവാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടോ സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. സ്വർഗത്തിൽ അത് സ്വർഗരാജ്യം കാണാനേ കഴിയത്തില്ല. പ്രസംഗിച്ചുകൊണ്ട് പെന്തിക്കോസിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, ഞാൻ പെന്തിക്കോസിലാണ് വളർന്നത്, ഞാൻ പാട്ടുപാടും, കൈയടിക്കും, ഞാൻ സാക്ഷി പറയും, ഇതൊന്നും കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലാമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൊരു വാസ്തവമായി വീണ്ടും ജനനം ഉണ്ടാകാതെ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു അടുത്ത വാക്യം വായിച്ചാട്ടെ. ആ ആ ഈ സ്വർഗരാജ്യം കാണുകയോ കടക്കുകയോ ചെയ്യുന്ന വിഷയം ഇത് പറയേണ്ട കാര്യം എന്താണ്? സ്തോത്രം. തൻ്റെ ഉള്ളിലെ ആഗ്രഹം യേശു കണ്ടു. അദ്ദേഹം വെറും പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ പോരാ. എനിക്ക് സ്വർഗരാജ്യത്ത് ചെല്ലണം, എനിക്കൊരു വിശുദ്ധ ജീവിതം ചെയ്യണം, എനിക്ക് സ്വർഗരാജ്യത്ത് ചെല്ലണം എന്നുള്ള തൻ്റെ നല്ല ആഗ്രഹം യേശു കർത്താവ് ആ ഹൃദയത്തെ നോക്കി കണ്ടുകൊണ്ട് ആ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ? സ്തോത്രം. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. ദൈവം ഹൃദയത്തെ നോക്കുന്നു, ശോധന ചെയ്യുന്നു. സ്തോത്രം. ദൈവം നോക്കുമ്പോൾ ആ ഹൃദയത്തിൻ്റെ ആ അവസ്ഥയാണ് ദൈവം നോക്കുന്നത്. ആ ശമര്യക്കാരി സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കിയതുപോലെ. സ്തോത്രം. ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, തൻ്റെ ആ നല്ല ആഗ്രഹം, സ്വർഗത്തിൽ പോകണോ എന്നുള്ള ആഗ്രഹം. യേശു പറയുകയാണ്, സ്തോത്രം, നീ വീണ്ടും ജനിക്കണം നിക്കോദിമോസേ, ഇല്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. സ്തോത്രം. പിന്നെ പറയുകയാണ് എങ്ങനെയാണ് വീണ്ടും ജനിക്കണമെന്ന്. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചാൽ, നീ വെള്ളത്താലും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എന്താ ഈ വെള്ളം എന്ന് പറയുന്നത്? ഒത്തിരി നാൾ കൊണ്ട് ഇതൊന്നും മനസ്സിലാകാതെ കിടക്കുന്ന വിഷയമായിരുന്നു. ഹല്ലേലൂയ. വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനത്താൽ നാം ജനിക്കണം. ഹല്ലേലൂയ. വചനത്താൽ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വീണ്ടും ജനനം പ്രാപിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല ആത്മാവിനാലുള്ള ജനനം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം പത്രോസിൻ്റെ 1 പത്രോസ് 1:18 1:23 വായിച്ചാട്ടെ. നമുക്ക് സമയം കുറവായതുകൊണ്ട് 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ. എങ്ങനെയാ വേണ്ടി ജനിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്താൽ. വചനം നമ്മുടെ ഉള്ളിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. അന്ന് പകൽക്കാലം യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന ഈ നിക്കോദിമോസിൻ്റെ ജീവിതത്തെ കർത്താവ് ചേഞ്ച് ചെയ്തു. ആ വചനം ചേഞ്ച് ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന വചനം ജീവനും ആത്മാവുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഉള്ള ജനനമെന്ന് പറയുന്നത്. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 16:8 വായിച്ചാട്ടെ. 16:8. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നത് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തും, ആഴമായ ബോധം. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും
ബോധം വരുത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തി ഒരു വ്യക്തിയുടെ മേൽ ചെയ്യുമ്പോഴാണ് വീണ്ടും ജനനം ഉണ്ടാകുന്നത്. സ്തോത്രം. പാപത്തെക്കുറിച്ച് ആഴമായ ഒരു 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 ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അയ്യോ ഞാൻ പാപി, ഞാൻ സകലരും ലോകത്തിലുള്ള ഏറ്റവും പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് പൗലോസ് പറയുകയാണ്. സ്തോത്രം. ഞാനിത് വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഭക്തൻ ഇത് പറയാൻ എന്തുകൊണ്ടാണ് ഈ ഭക്തൻ ഇത് പറയുന്നത്? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് ആ ഭക്തൻ പറയുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് ആ പാപത്തെക്കുറിച്ചുള്ള ബോധം തരുമ്പോൾ നമ്മളും അതുപോലെ പറയും, അയ്യോ എൻ്റെ അരിഷ്ട മനുഷ്യൻ, എന്നെ പോലൊരു അരിഷ്ട മനുഷ്യൻ ആരുള്ളൂ, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നാം വാവിട്ട് നിലവിളിക്കും. ദൈവസന്നിധി നെടുമ്പാട് വീഴുവാനിടയായിത്തീരും. സ്തോത്രം. എൻ്റെ കർത്താവേ, സ്തോത്രം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതും ചെയ്തതും ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ മതി. സ്തോത്രം. ആഴമായ ആ അനുതാപം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരും. എന്നാൽ വാസ്തവമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പരിവർത്തിക്കുമ്പോൾ ഒരു ചെറിയ കള്ളത്തരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആഴമായ മാനസാന്തരം ഉണ്ടാകും. നാം കരയും കിടന്നു ഒരു ചെറിയ കാര്യത്തിന്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നാം വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. സ്തോത്രം. വെള്ളത്താലും ആത്മാവിനെ ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാനേ കഴിയത്തില്ല. ഹല്ലേലൂയ. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. സ്തോത്രം. ഇവിടെ ഈ നിക്കോദിമോസ് ഈ ആഴമായ സത്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ ആ ആഴമായ ഹൃദയത്തിൻ്റെ അവസ്ഥ യേശു കർത്താവിന് കാണാൻ കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തി താൻ ആരാണെന്ന്. സ്തോത്രം. താഴോട്ട് വായിക്കാം. സൺ ഓഫ് മാൻ എന്ന് പറയുന്നല്ലോ. 14 വാക്യം, 13 വാക്യം മാറ്റും. 13, 14 അല്ല, 3-ന്റെ 13 13, 14, 13 and 14. സ്വർഗത്തിൽ നിറങ്ങി വന്നവനും കർത്താവ് പടിപടിയായിട്ട് തന്നെ വെളിപ്പെടുത്തുക. ഇവിടെ മനുഷ്യപുത്രൻ എന്താണ് പറഞ്ഞു തുടങ്ങുന്നത്. സ്തോത്രം. മനുഷ്യപുത്രനാണ്. എന്നിട്ട് 14 വാക്യം വായിച്ചാട്ടെ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. സ്തോത്രം. തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കുകയാണ്. 15 വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. 16 വാക്യം. ആ മഹത്തേറിയ വാക്യം വരികയാണ്. സ്തോത്രം. പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും താൻ ആരാണെന്ന് താൻ വെളിപ്പെടുത്തിയ തൻ്റെ പിതാവിൻ്റെ മടിയിൽ നിന്നിറങ്ങി വന്ന പുത്രൻ. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 17 വാക്യം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടണേ. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന് തന്നെ താൻ വെളിപ്പെടുത്തി. ആ 16, 17 വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഇവിടെ സമയത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ. സ്തോത്രം. ഞാൻ എൻ്റെ ഈ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നിക്കോദിമോസ് ആ 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് നിക്കോദിമോസിനെ കുറിച്ചുള്ള ആ പരാമർശനങ്ങൾ കാണുന്നത്. ആ 21 വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്തായിട്ടുള്ള വിഷയങ്ങൾ യേശു കർത്താവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യേശു ആരെന്ന് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. താൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് നിക്കോദിമോസിനോട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിക്കോദിമോസ് അവിടെ നിന്ന് യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് പോകുമ്പോൾ വന്നതുപോലെയല്ല, ഒരു പുതിയ വ്യക്തിത്വമായിട്ടാണ് പോകുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം ലഭിച്ചവനായിട്ടാണ് പോകുന്നത്.
ഇന്ന് പൽക്കാലം നമ്മളും ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനവുമായി നമുക്ക് പോകാം. രക്ഷിക്കപ്പെട്ടത് കെടാത്ത ബീജത്താലാണ്. ഇൻകറപ്റ്റബിൾ വേർഡ് ഓഫ് ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. നമ്മെ വീണ്ടെടുത്തത് അവിടെ പത്രോസ് പറയുന്നല്ലോ, വ്യർത്ഥ പാരമ്പര്യങ്ങളെ കൊണ്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരിൽ കൂടെ വന്ന വ്യർത്ഥ പാരമ്പര്യങ്ങൾ, ചിലതൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള നിയമങ്ങൾ, അതുകൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്. നിങ്ങളെ വീണ്ടെടുത്തത് യേശു കർത്താവിൻ്റെ പുണ്യാഹ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. നമ്മൾ വില കൊടുത്ത് വാങ്ങിയത് യേശു കർത്താവിൻ്റെ രക്തത്താലാണ്. എന്നാൽ നാം വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? സ്തോത്രം, കെടാത്ത ബീജമായ ദൈവത്തിൻ്റെ വചനത്താൽ. ആമേൻ, സ്തോത്രം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, നിക്കോദെമോസിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് പൽക്കാലം അങ്ങയുടെ വചനത്തിൽ അല്പസമയം ധ്യാനിപ്പാനിടയായല്ലോ. കർത്താവേ, സത്യത്തെ അന്വേഷിച്ച് വന്ന ഒരു വ്യക്തിത്വത്തെ യേശു കർത്താവ് സ്നേഹിച്ചു, അങ്ങേ തന്നെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. സുവിശേഷത്തിൻ്റെ ശക്തമായിട്ടുള്ള ദൂത് ആ നിക്കോദെമോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുപ്പാൻ തിരുമനസ്സായല്ലോ. കർത്താവേ, മറ്റ് പരീക്ഷന്മാരെ പോലെ ഒരു പരീക്ഷനായിരുന്നില്ല നിക്കോദെമോസ്. ഹല്ലേലൂയ. നിക്കോദെമോസിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തെ കണ്ട് എൻ്റെ കർത്താവേ, ഇന്ന് പൽക്കാലം അങ്ങയുടെ മുമ്പിലിരിക്കുന്ന അടിയങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നു, ഞങ്ങളുടെ അവസ്ഥകളെ അങ്ങ് കാണുന്നല്ലോ. കർത്താവേ, ഞങ്ങളെ ഒരു വിശുദ്ധ ജനമാക്കി മാറ്റണമേ. കർത്താവേ, അങ്ങയുടെ വചനത്താൽ വീണ്ടും ജനിച്ചവരായി അപ്പാ, ഹല്ലേലൂയ, തിരുസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി നിൽപ്പാൻ, അങ്ങയുടെ സന്നിധി നിൽപ്പാനുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു ഫാദർ. വചനം കേട്ട എല്ലാവർക്കുമായി സ്തോത്രം. വചനത്തിന് മുമ്പാ നിൽപ്പാൻ നിന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.